ഞങ്ങളുടെ ശൈഖുന കട്ടിപ്പാറ ഉസ്താദിന്റെ ഖബർ നീ സ്വർഗത്തിന്റെ വീടാക്കണേ അല്ലാ. എല്ലാ സന്തോഷവും ഉസ്താദിന് ഖബറിൽ നീ നൽകണേ റഹ്മാനെ. മഗ്ഫിറത്തും മർഹമത്തും നീ നൽകണേ അല്ലാ. ഞാൻ ഉസ്താദ് വഫാത്തായപ്പോഴാണ് ഉസ്താദിനെ കുറിച്ച് മജീദ് പുത്തൂർ എന്ന് പറയുന്ന സഹോദരൻ അദ്ദേഹം എഴുതിയ ഒരു എഴുത്ത് കാണുന്നത്. ആ എഴുത്ത് ഞാനിങ്ങനെ വായിച്ചു നോക്കിയപ്പോ ആ എഴുത്തിൽ കാണാനിടയായി ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളുടെ ജീവിതവും അതോടൊപ്പം ഉസ്താദ് അവറുകൾ ദർസിൽ പഠിച്ചതും ഉസ്താദിന്റെ ഉസ്താദുമുള്ള ബന്ധങ്ങളും എല്ലാം രൂപത്തിൽ വിവരിക്കുന്നുണ്ട്. ആ വിവരിക്കുന്നതിന്റെ ഇടയിലാണ് ഒരു കാര്യം പ്രത്യേകമായി ശ്രദ്ധയിൽപ്പെട്ടത്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദിന്റെ അനുജനായ അതെ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ധീരനായ പടനായകനായിരുന്ന ബഹുമാനപ്പെട്ട ഇ.കെ. അസം മുസ്ലിയാർ, ആ മഹാനവറുകളുടെ ദർസിലായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ഓതിപ്പടിച്ചിരുന്നത്. ആ പഠനത്തിന്റെ ഇടയിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ അഥവാ ഇ.കെ. അസം മുസ്ലിയാർ എന്ന് പറയുന്ന ആ മഹാപണ്ഡിതൻ വിദഅത്തിന്റെ കക്ഷികളുമായുള്ള തർക്കവിതർക്കങ്ങളിലും അതുപോലെയുള്ള ഖണ്ഡന മണ്ഡനങ്ങളിലുമൊക്കെ പ്രഭാഷണങ്ങൾക്കുമൊക്കെ യാത്ര പോകുമ്പോൾ ആ യാത്രകൾക്കിടയിൽ ഉസ്താദിനെയായിരുന്നു ദർസ് നടത്താൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നതെന്നും ഉസ്താദ് അവറുകൾക്ക് ആ ദർസ് ഏറ്റെടുക്കലും അത് കുട്ടികളെ പഠിപ്പിക്കലും വലിയ ഭാരമാവുന്ന ഒരു ഘട്ടമുണ്ടായപ്പോ ബഹുമാനപ്പെട്ട ഇ.കെ. അസം മുസ്ലിയാർ